ഗുഡൻ ടാഗ് ലോയിറ്റെ. ഞാനിന്നിവിടെ B2 സ്പ്രെഹൻ എക്സാമിൽ ടൈലൈൻസായ ഒരു പുതിയ തേമ ടോപ്പിക്കോടാണ് വന്നിട്ടുള്ളത്. ഗബ്രൌറ്റെ പ്രൊഡക്റ്റെ കൗഫൻ. ഇത് കോമൺലി കണ്ടുവരുന്ന ഒരു തേമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെന്ററിലും ചോദിക്കാൻ സാധ്യത കൂടുതലൊരു തേമയാണ്. അതിനാൽ തന്നെ ഇതിന് നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാനിവിടെ ഈ തേമയ്ക്ക് 3 മ്യോഗ്ലിഷ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്റർനെറ്റ്, ഫ്ലോ മാർക്കറ്റ്, ഫോൺ ബെക്കാൻഡ്. നമുക്ക് ഈ 3 മ്യോഗ്ലിഷ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഗബ്രൌറ്റെ പ്രൊഡക്റ്റെ കൗഫൻ എന്ന തേമയുടെ നമുക്ക് ആദ്യത്തെ മ്യോഗ്ലിഷ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്റർനെറ്റ് ആണ്. നമുക്ക് ഗബ്രൌറ്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ സാധനങ്ങൾ നമുക്ക് മേടിക്കുക, ഇതിനുള്ള വഴികളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ നോക്കുന്നത് ഇന്റർനെറ്റ്. നമുക്ക് അതിന്റെ പുങ്ക്റ്റുകൾ നോക്കാം. Es gibt großartige Möglichkeiten in Internet, weil es gibt viele Anwendungen, zum Beispiel OLX. ഓക്കെ, ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ കൂടി നമുക്കൊരു ഗബ്രൌറ്റെ പ്രൊഡക്റ്റ് മേടിക്കാൻ ഭയങ്കര വലിയ സാധ്യതകളാണ് ഉള്ളത്. കാരണം കുറേ അൻവെന്റുകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ OLX, അതുപോലത്തെ മീഡിയത്തിലൂടെ നമുക്ക് കുറേ ഗബ്രൌറ്റെ പ്രൊഡക്റ്റ് ഇന്റർനെറ്റിലൂടെ കൗഫൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. Es ist günstig. Deswegen ist es möglich für arme Leute. അത് ഭയങ്കര ഗിംസ്റ്റിക് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇന്റർനെറ്റിലൂടെ മേടിക്കാൻ നേരത്തെ ഇത്തിരി കൂടി ചീപ്പ് റേറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്കൊക്കെ അത് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. Wenn wir durch Internet kaufen, kann man nicht nur Geld sparen, sondern auch Zeit sparen. നമ്മൾ ഇന്റർനെറ്റിലൂടെ മേടിക്കാൻ നേരത്ത് നമുക്ക് പൈസ മാത്രമല്ല ലാഭിക്കാൻ പറ്റുന്നത്, സമയം ലാഭിക്കാൻ പറ്റും. കാര്യം നമുക്ക് പുറത്തോട്ടൊന്നും പോയി മേടിക്കേണ്ട ആവശ്യം, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ സാധനം ഡെലിവറി ചെയ്തെത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയവും പൈസ അതിലൂടെ ലാഭിക്കാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഐൻഫാക്സു കൗഫൻ ആണ്. ഏറ്റവും എളുപ്പമാണ് നമുക്ക് ഇന്റർനെറ്റിലൂടെ കൗഫൻ ചെയ്യാൻ. കാര്യം എല്ലാവർക്കും പോസിബിൾ ആയിട്ടൊരു മീഡിയം ആണ് ഇന്റർനെറ്റിലൂടെ കൗഫൻ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഫോട്ടോയിൽ. നമുക്ക് ഇതിന്റെ നാക്റ്റയിൽ നോക്കാം. ഫസ്റ്റ് നാക്റ്റയിൽ എന്ന് വെച്ചാൽ എസ് ഗിഫ്റ്റ് തന്നെ ഷോൺ സേഫ് യുവർ ബെഡ്റൂം. നമുക്കൊരു ബെഡ്റൂം കൊണ്ടുള്ള സാധ്യത കൂടുതലാണ് ഇന്റർനെറ്റ്. കാര്യം നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കാണാനോ അത് പരിശോധിക്കാൻ എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഗലേഗൻ ഹൈ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ബെഡ്റൂമിനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി കൈനെ സിഷർ ഹൈറ്റ്, നമുക്ക് അതിനൊരു സിഷർ ഹൈറ്റ് കിട്ടുന്നില്ല, ഒരു സെക്യൂരിറ്റി കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഫോണിൽ കൂടി കാണുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ ഫോണിലൂടെ ഒക്കെ കാണുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സിഷർ ഹൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. ഇനി നിഷ്ട് ഫെട്രാവൻസ് പ്രിഡിക്, നമുക്ക് ട്രസ്റ്റ് വർത്തി അല്ല. കാര്യം ഒരിക്കലും നമുക്ക് ഇന്റർനെറ്റിലൂടെ മേടിക്കുന്ന സാധനം എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് കാണുന്ന ചിലപ്പോൾ നമുക്ക് ഫോണിൽ കാണുന്ന പോലെ അല്ലായിരിക്കും നമ്മുടെ കൈ കിട്ടുമ്പോൾ, നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി വേറെ സ്ലസ്റ്റഡ് ഫെർബിൻറ്റും ഇസ്റ്റസ് ഷിബിരിക്ക്, നമുക്ക് സ്ലസ്റ്റഡ് ഫെർബിൻറ്റ് ഞാനിപ്പോൾ ഒരു ഗനറ്റീവ് പ്രൊപ്പോർഷൻ ആണ് ഉപയോഗിക്കുന്നത് വേറെ ഉണ്ട്. അപ്പം സ്ലസ്റ്റ് നമ്മൾ പുവർ കണക്ഷൻ ഉള്ള സമയത്ത് നമുക്ക് ഇന്റർനെറ്റിലൂടെ ഷോപ്പിംഗ് ചെയ്യുന്ന വെച്ചാൽ അത് മ്യോഗ്ലിഷ് അല്ല. ഈ ലാസ്റ്റ് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ നിഷ്ടി മ്യോഗ്ലിഷ് ഫോർ അൺആൽഫബറ്റിഷ്യൽ ലോയിറ്റെ. നമുക്ക് അൺആൽഫബറ്റിഷ്യൽ ലോയിറ്റേക്ക് അത് പോസിബിൾ അല്ല. കാര്യം അവർക്ക് ചിലപ്പം ഇന്റർനെറ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യണം അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു വ്യക്തമായ ധാരണ കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് പോസിബിൾ അല്ല. ഓക്കെ, ഞാൻ ഇത്രയുമാണ് ഇന്റർനെറ്റ് ഒരു ഗബ്രൌറ്റെ പ്രൊഡക്റ്റെ കൗഫൻ ഒരു ഇന്റർനെറ്റ് മ്യോഗ്ലിഷ് സ്കെയിലിലൂടെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്രയും പോയിന്റുകൾ നമുക്ക് ഇത് ഗനവർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ്. കാര്യം അത്യാവശ്യം നല്ല പോയിന്റുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ പോയിന്റുകൾ എലാബറേറ്റ് ചെയ്ത് എഴുതുക. സൊയിറ്റിലെ കണക്ടറും അത് കോമ്പോസിറ്റ് ഒക്കെ യൂസ് ചെയ്ത് എലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ മ്യോഗ്ലിഷ് സ്കെയിൽ ഗനവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത മ്യോഗ്ലിഷ് സ്കെയിൽ നോക്കാം. ഫ്ലോ മാർട്ട്. ഫ്ലോ മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് ഫ്ലോ മാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിലൊക്കെ അത് പൊതുവേ കുറവാണെങ്കിലും ജർമ്മനിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ സാധിക്കും. കാര്യം മാർക്കറ്റിലും സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഫ്ലോ മാർട്ട് കാണാൻ പറ്റും. നമുക്കപ്പം ഇതും നമുക്ക് വേണേൽ ഗനവർ ചെയ്യാം. പക്ഷെ നമുക്ക് ഇന്റർനെറ്റ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇത് ഗനവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ് തരാം, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യത്തെ പോയിന്റ് നോക്കി കഴിഞ്ഞാൽ വെനിക് ചാൻസ് ഫോർ ബെഡ്റൂം. ഓക്കെ, ഞാൻ പറഞ്ഞ ഇൻ ഫെർഗുലേഷൻ നമുക്ക് ഇന്റർനെറ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. വെനിക് ചാൻസ് ആണ് നമുക്ക് ബെഡ്റൂം കൊണ്ടാകാൻ വേണ്ടി. കാര്യം നമുക്ക് നേരിട്ട് കണ്ട് അത് നമുക്ക് പരിശോധിച്ച് അത് നമുക്ക് നല്ലതാണോ കൊള്ളത്തെയാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് കാരണം അത് വെനിക് ചാൻസ് ആയിരിക്കും ബെഡ്റൂമിന് വേണ്ടി. ഇനി അടുത്ത പോയിന്റ് നോക്കി കഴിഞ്ഞാൽ വിയർ ഹാവൻ ദി ഗെലേഗൻഹൈറ്റ് ഡയറക്റ്റ് സു ഉണ്ടർ ഷുട്ട്സൻ. നമുക്ക് കണ്ട ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് നമുക്ക് നേരിട്ട് കണ്ട് കൈകൊണ്ട് തൊട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് നേരിട്ട് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഞാൻ ഇവിടെ 2 ഫോട്ടോയിലേ പറഞ്ഞു, ഞാൻ ഗനവർ ചെയ്യുന്നില്ല അതുകൊണ്ട് 2 ഫോട്ടോയിലേ പറഞ്ഞുള്ളൂ. നമുക്ക് നാക്റ്റയിൽ നോക്കാം.
ടോയർ ആണ്. നമുക്ക് ഇൻ ഫെർട്ടിലൈസേഷൻസ് ഇന്റർനെറ്റ് ഇസ് ദ ടോയർ. നമുക്ക് ഇന്റർനെറ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് പലപ്പോഴും നമുക്ക് ഫ്ലോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ നേരത്ത് ഭയങ്കര ടോയർ ആയിരിക്കും. ഇനി സൈറ്റ് ഔഫൻറ്റിക് ആണ്. നമുക്ക് കുറേ സമയം വേണ്ടി വരും. നമുക്കിപ്പം ഇന്റർനെറ്റിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്ലോക്ക് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ പോകണം, അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് മേടിക്കണം, അത് തിരിച്ച് വരണം. അപ്പോൾ അതിന് കുറേ സമയം നമുക്ക് അതിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി നിസ്റ്റ് ഫെർഫ്യൂ ബാർ നല്ല ഓർഡർ. ഞാനിപ്പം കേരളത്തെ സിറ്റുവേഷൻ കൂടി നോക്കിയതുകൊണ്ടാണ് പറഞ്ഞത് നിസ്റ്റ് ഫെർഫ്യൂ ബാർ ആണ്. ഇപ്പം എല്ലായിടത്തും കേരളത്തിലൊക്കെയാണ് അവൈലബിൾ അല്ല. ജർമ്മനിലൊക്കെ പിന്നെ മിക്ക സ്ഥലത്തൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ കേരളത്തിൽ അവൈലബിൾ അല്ല. പിന്നെ നമ്മൾ നോക്കുന്നൊരു സാധനം എല്ലായിടത്തും കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് അവൈലബിൾ അല്ല. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഫ്ലോക്ക് മാർക്കറ്റ് എന്ന പോയിന്റിലൂടെ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ പോയിന്റുകൾ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് മ്യൂഗ്ലിഷായിട്ട് നോക്കാം. ലാസ്റ്റ് മ്യൂഗ്ലിഷൻ്റെ ഫോൺ ബെക്കാൻഡൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മേടിക്കുന്ന സാധനത്തിനാണ് ഫോൺ ബെക്കാൻഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് അധികം പോയിന്റ് കുറവുള്ളൊരു മ്യൂഗ്ലിഷ് കൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് ഗനോറി ആയിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ പോയിന്റ് വരാം. എയർഡ്രസ് ആയിട്ട് മ്യൂഗ്ലിഷ്. ഓക്കെ, ഇത് ഏത് സമയത്ത് വേണമെങ്കിലും പോസിബിൾ ആണ്. കാര്യം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് അറിയാവുന്നവരായത് കാരണം നമുക്ക് എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പൈസ എപ്പോഴും ഉള്ള അല്ലെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പോയി മേടിക്കാൻ പറ്റും. ഇനി ഫെട്രാവൻസ് ഫുഡിക്കാണ്. നമുക്ക് ഭയങ്കരമായിട്ടും ട്രസ്റ്റ് വർത്തിയാണ്. കാര്യം ഫ്ലോക്ക് മാർക്കറ്റുകാരാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഫോൺ വെക്കാണ്ടത് കാരണം നമുക്ക് ഒരു വിശ്വാസത്തോടെ തന്നെ നമുക്ക് പോയി മേടിക്കാം. ഇനി അടുത്തത് ഫിഷറാണ്. ഭയങ്കര ഫിഷറാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഒരു നല്ലൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് ഗബ്രോയുടെ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പോയിന്റ് ആണ്. ഇനി അടുത്തത് നാഫ്റ്റ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഇൻ സുക്കുൻഫ്റ്റ്. നമുക്ക് ഫ്യൂച്ചറിൽ വഴക്കിനൊരു സാധ്യത ഉണ്ട്. ഇപ്പം നമുക്ക് അറിയാവുന്നവരുടെയും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോസ് ഇത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവരുമായിട്ടൊരു പ്രശ്നത്തിനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഷ്നെല്ലർ കപ്പൂട്ട്, പെട്ടെന്ന് കപ്പൂട്ടാനുള്ള സാധ്യത. അത് പിന്നെ ഏത് ഗബ്രോയുടെ പ്രൊഡക്റ്റ് മേടിച്ചാലും ഷ്നെല്ലർ കപ്പൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനൊരു നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. അങ്ങനെയാണ് ഇതിന്റെ നാഫ്റ്റയിൽ. ഇത്രയുമാണ് ഇതിന്റെ 3 മ്യൂഗ്ലിഷ് കൈറ്റ്, ഇന്റർനെറ്റ്, ഫ്ലോക്ക് മാർട്ട്, ഫോൺ ബെക്കാണ്ടൻ. ഈ 3 മ്യൂഗ്ലിഷ് കൈറ്റ് നിങ്ങൾ മാക്സിമം നല്ലൊരു ഞാൻ നിങ്ങളുടെ പോയിന്റുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നല്ല രീതിയിൽ എഴുതുക. അവസാനം നമുക്ക് വേണ്ടത് ഒരു മൈനൂങ് ആണ്. ഞാനൊരു മൈനൂങ് വരാം. Emer via Gebraude Produkte in Anspruch nehmen, desto mehr sind wir in der Lage, natürliche Resources for zukünftige Generationen zu bewähren. ഓക്കെ, ഞാനിവിടെ പറഞ്ഞത് നമ്മൾ എത്രത്തോളം ഗബ്രൗട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമുക്ക് ബെവേറൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ നോമൻ ഫെർബിൻഡിങ് ഉപയോഗിച്ചിട്ടുണ്ട്, സോയിറ്റയിലെ കണക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഏമേർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു മൈനിങ് പറയും. മാക്സിമം നമ്മൾ മൈനിങ് പറയാൻ നേരത്ത് ഏമേറൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നമുക്കുള്ളൊരു ചോദ്യം ഉത്തരവാണ്. അത് നിങ്ങളെ ചോദ്യം അവർ മാക്സിമം നമുക്ക് ഗബ്രോയുടെ പ്രൊഡക്റ്റുടെ ഫോട്ടോയിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആയിരിക്കും സാധാരണ ചോദിക്കുന്നത്. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ തേമയുടെ 3 മ്യൂഗ്ലിഷ് കൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തന്നിരിക്കുന്ന ഈ മൈനവും കൂടി ചേർത്ത് നിങ്ങളുടേതായ പോയിന്റുകൾ ഉപയോഗിക്കുക. ഞാൻ തന്നിരിക്കുന്ന പോയിന്റുകൾ സൊയിറ്റയിലെ കണക്ടോറും മറ്റ് കണക്ടറൊക്കെ വെച്ച് എലാബറേറ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഈ തേമ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇത് കോമൺലി യൂസ് ആയിട്ടുള്ള തേമയാണെന്ന് കണ്ട് നിങ്ങൾ അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ മിക്കവാറും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു തേമയായിട്ട് വീണ്ടും വരാം. ചൂസ് ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.